കിഴക്കുതിക്കിൻ മാണിക്കച്ചമ്പഴുക്ക ഞാനിങ്ങെടുത്തു വച്ചേ എന്റെ നെറ്റിയിലെ താമ്പാളത്തിൽ. ദൂരെ കിഴക്കുതിക്കിൻ മാണിക്കച്ചമ്പഴുക്ക ഞാനിങ്ങെടുത്തു വച്ചേ എന്റെ നെറ്റിയിലെ താമ്പാളത്തിൽ. ദൂരെ കിഴക്കുതിക്കിൻ മാണിക്കച്ചമ്പഴുക്ക നല്ല തളിർ വെറ്റില നുള്ളി വെള്ളം തളിച്ചു വച്ചേ. വെക്കം പോകാതെ തന്നാൽ ഞാൻ വെട്ടിയരിഞ്ഞു വച്ചേ. ഇനി നീ നിന്റെ അരികിൽ വരും. കിളിപാടും കുളിരാവിൽ ഞാൻ അരികിൽ വരാം. പറയൂ നീ മൃദുമേനി എന്തു പകരം തരും? നല്ല തത്തക്കിളിച്ചുണ്ടൻ വെറ്റില നൂറൊന്നു തേച്ചു തരാം. എന്റെ പള്ളിയറയുടെ വാതിൽ നിനക്കു തുറന്നീ തരാം. ദൂരെ കിഴക്കുതിക്കിൻ മാണിക്കച്ചമ്പഴുക്ക ഞാനിങ്ങെടുത്തു വച്ചേ എന്റെ നെറ്റിയിലെ താമ്പാളത്തിൽ. ദൂരെ കിഴക്കുതിക്കിൻ മാണിക്കച്ചമ്പഴുക്ക കണ്ണിൽ വിളക്കും വെച്ച് രാത്രി എന്നെയും കാത്തിരിക്കേ. തെക്കേ തോടിക്കരികിൽ കാലൊച്ച തിരിച്ചറിഞ്ഞോ? അരികിൽ വന്നെന്നെ എതിരേറ്റു നീ. തുളുനാടൻ പൂപ്പട്ട് വിരിച്ചു വച്ചു. മണിമാരൻ തീരാവിൽ എന്തു പകരം തരും? നിന്നെ കെട്ടിപ്പിടിച്ചു ഞാൻ ചെന്തള്ളിൽ ചുണ്ടത്തു മുത്തം തരും. ഒരു കൃഷ്ണ തുളസി പൂനുള്ളി മുടിത്തുമ്പിൽ ചാത്തി തരും. ദൂരെ കിഴക്കുതിക്കും മാണിക്കച്ചമ്പഴുക്ക ഞാനിന്നെടുത്തു വച്ചേ എന്റെ നെറ്റിയിലെ താമ്പാളത്തിൽ. ദൂരെ കിഴക്കുതിക്കും മാണിക്കച്ചമ്പഴുക്ക ഞാനിന്നെടുത്തു വച്ചേ എന്റെ നെറ്റിയിലെ താമ്പാളത്തിൽ. ദൂരെ കിഴക്കുതിക്കിൻ മാണിക്കച്ചമ്പഴുക്ക സബാഷ് സബാഷ്. താങ്ക് യു ഗുരു, താങ്ക് യു. ഓ ഗുരുവും ശിഷ്യയായിട്ട് എന്തൊരു ബന്ധമാ. ഗുരുവിന്റെ കയ്യിൽ നിന്നൊരു ഇത് കിട്ടുക, അത് ഓരോ നേരവും ഭയങ്കര ഒരു ഉണ്ടായിരുന്നു മറ്റേ ആ ഒരു സംഗതി പാടിയപ്പോഴത്തേക്ക് ഏതാ? ഇടയ്ക്ക് എന്തോ ഒരു സംഗതി ഞാൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഗുരു ഇങ്ങനെ ഒരു സംഗതി പാടിയപ്പോഴത്തേക്ക് ഗുരുവിനെ ഇങ്ങനെ നോക്കി. എന്നിട്ട് റിമി ചോദിച്ചു ഇങ്ങനെ ഉണ്ട്. വളരെ റെയർ ആയിട്ടായിരിക്കും അങ്ങനെ ചിലവർക്ക് മാത്രം കിട്ടുന്ന ഒരു ഇതായിരിക്കും. അതെ. ഒന്നിച്ചൊരു വേദിയിൽ പങ്കെടുക്കുക, ഒരു സീറ്റിലിരിക്കുക എന്ന് പറയുന്ന ഒരു എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. അല്ല, ഞാൻ ഇപ്പോഴും പഠിപ്പിക്കുമ്പോഴാണ് ഞങ്ങള് ഗുരു ശിഷ്യ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഭയങ്കര ഫ്രണ്ട്സാ. പിന്നെ മാറി. പിന്നെ നമ്മൾ ഭയങ്കര അതായത് പിന്നെ വേറെ ലെവലാണ് കേട്ടോ. പഠിപ്പിക്കുമ്പോഴത്തേക്ക് കുട്ടി പഠിക്കൂ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങോട്ട് മാറി കഴിയുമ്പോഴത്തേ ഇനി എടുത്തോണ്ട് പാടി. ഇങ്ങനെ ഒരു റെയർ ഗുരു. അല്ല, അത് സത്യമാണ്. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. എന്റെ ജീവിതത്തിലുള്ള ഒരു എക്സാമ്പിളാണ് പറയുന്നത്. ജോൺ സേട്ടൻ ഭയങ്കര സീരിയസ് ആണ്. പാടാൻ നേരത്ത് അദ്ദേഹത്തിന് നോക്കിക്കഴിഞ്ഞാൽ പാട്ടൊക്കെ പറഞ്ഞു തരുമ്പോഴത്തേക്ക് നിന്നെ കൊല്ലൂടാ എന്നുള്ള രീതിയിലായി പറഞ്ഞു തരുന്നത്. അപ്പൊ നമ്മള് മായാമയൂരം അപ്പൊ ഒക്കെ മോത്ത് അത്ര വലിയ സന്തോഷമൊന്നുമില്ല. പിന്നെ പാടിക്കഴിയുമ്പോഴത്തേക്ക് നന്നായിരുന്നു കുട്ടാ എന്ന് പറയും. ഇത് കഴിഞ്ഞാല് എടാ വണ്ടി കയറാ. പിന്നെ ഞങ്ങളൊരു പോക്കാണ്. ഔസേപ്പച്ചനും ജോൺ സേട്ടനും ഞാനും കൂടെ പിന്നെ എങ്ങോട്ടോ ഒക്കെ പോകും. മഹാബലിപുരവും ഒക്കെ പോയി കറങ്ങി അടിച്ചു വരും. പിറ്റേ ദിവസം റെക്കോർഡിന് വരുമ്പോ ഇരിക്കും.
അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? മീനൂട്ടി ഇല്ലാണ്ട് നമുക്ക് തുടങ്ങാൻ പറ്റുമോ? അശ്വതി ഇല്ലാതെ ഒരു നക്ഷത്രം അശ്വതി. അപ്പൊ സ്നേഹപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മീനൂട്ടി ആൻഡ് അശ്വതി. ഹലോ. അപ്പൊ എന്തായാലും എല്ലാം തികഞ്ഞു. അതാ മീനൂട്ടി, അശ്വതി, റിമി, പിന്നെ ഞാൻ, പിന്നെ അതാണ്ടിരിക്കുന്നു നമ്മുടെ മേഘന, മിയ, പിന്നെ നമ്മുടെ സർവജ്ഞ പീഠം ബിന്നി. തുടങ്ങാം. യെസ്. സംഗീത മധുരത്തിന്റെ സ്നേഹമഴയായി പെയ്തിറങ്ങിയ കുഞ്ഞു ഗായകരുടെ സർഗവിരുന്നിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹസ്വാഗതം. കളിച്ചിരികളുടെ പാട്ടുകൂട്ടിലേക്ക് ആലപ്പുഴയിൽ നിന്നും അന്ന റോസ് എത്തുന്നു. വെൽക്കം അന്നക്കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ. ഇതാരും മുട്ടായി കുട്ടിയോ? ഇത് കാണുമ്പോ നോക്കറിമേ ഈ ഡ്രസ് ഒരു മുട്ടായി ഉണ്ടല്ലോ, അല്ല ലോലിപോപ്പ് അല്ലേ? അതേ ഇതാണ് നമ്മൾ എയർപോർട്ടിലൊക്കെ പോകുമ്പോ നിറയെ എങ്ങനെ കൊലു. ശരി, എനിക്ക് മനസ്സിലായി. ഇങ്ങനെ അങ്ങനെ എങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് മൂന്നോർ കൂടെ എടുത്ത് തിന്നാലോ? തിന്നാം. ഒരു കാര്യം ചെയ്യും, പാടി കഴിഞ്ഞിട്ട് എടുത്ത് തിന്നാം. ഇപ്പൊ പാടട്ടെ. അന്ന റോസ് നല്ല പേരാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുഷ്പങ്ങളിൽ ഒന്നാണ് റോസാപ്പൂ. എനിക്കും. എനിക്കും അതെ. അപ്പൊ ഇത് ടോപ്പ് പ്രയോറിറ്റിയിൽ വന്നതാണ് അല്ലേ? ഡയറക്ട് സെലക്ഷൻ അല്ല, വെയിറ്റിംഗ് ലിസ്റ്റിൽ ടോപ്പ് പ്രയോറിറ്റി. സോ കൺഗ്രാറ്റ്സ്, വെൽക്കം ടു ടോപ്പ് സിംഗർ. അപ്പം ഏത് പാട്ടാണ് പാടുന്നത്? ഞാൻ ചിങ്കാരക്കിന്നാരം. ചിങ്കാരക്കിന്നാരം. എവിടെയോ കേട്ട് ആരോ പാടിയ ഒരു പാട്ട്. അതെ, ആരോ എവിടെയോ നല്ല അല്ലേ? ഞാൻ തൊട്ട് കാണിക്കാം. പരിചയമുണ്ട്. ജലദോഷം ഉണ്ടല്ലേ? എനിക്ക് മൂക്കടഞ്ഞിരിക്കാം. മോടെ സ്ഥലം എവിടെ? ആലപ്പുഴ. ആലപ്പുഴ. ആലപ്പുഴ എവിടാണ്? ആലപ്പുഴ കൈചൂണ്ടി മുക്ക്. നമ്മള് കൈ ചൂണ്ടി മുക്ക്. ആരുടെയും പേരാണ് കേട്ടാ. അല്ലോ, ഇപ്പോഴത്തെ പുതിയ പടങ്ങൾക്ക് ഇടാൻ പറ്റിയ ഒരു പേരാണ് മീനുട്ടി. കൈചൂണ്ടി മുക്ക്. നല്ല രസമാണ്. എന്നാ ഇവിടെ വേണമെങ്കിൽ എനിക്ക് ഇപ്പൊ തന്നെ കഥ എഴുതാം. അവിടെ നടക്കുന്ന ഒരു കഥയാണ് നമ്മുടെ പ്രമേയം. ആരും അടിക്കാനില്ലേ? സിമ്പല്. ഓക്കെ മോളെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. ചിങ്കാരക്കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കുരുന്നേ വാ പുന്നാരം പുന്നാരം കുറുമ്പുറങ്ങുമി കുരുന്നു ചുണ്ടത്തെ മണിപ്പതക്കം താ അമ്മാനം അമ്മാനം കുഞ്ഞിക്കുളിരമ്പിളി ചെല്ലു ചെറു കുമ്പിളിലെ അമ്മമ്മ കൊണ്ടു മിന്നാരം കണ്ടു മിന്നാ മിന്നിയായി വാ വാവോ വാവോ ചിങ്കാരക്കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കുരുന്നേ വാ പുന്നാരം പുന്നാരം.
മരുന്ന് ചുണ്ടത്തി മണിപ്പതക്കം താ അമ്മാനം അമ്മാനം കുഞ്ഞിക്കുളിരമ്പിലേ ചെല്ല ചെറു കുമ്പിളിലെ മമ്മമ്മമുണ്ടു മിന്നാരം കണ്ടു മിന്നാ മിന്നിയായി വാവാവോ വാവാവോ രാരീരോ രാരീരോ റോസിക്കുട്ടി എന്തോ നന്നായിരുന്നു കേട്ടോ. താങ്ക് യു എസ്പെഷ്യലി ചരണം കലക്കി നന്നായിരുന്നു താങ്ക് കേട്ടോ. യു. പിന്നെ മോക്ക് ഒരു 2 വോയിസ് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ചില സ്ഥലത്ത് ഒരു കുട്ടിത്തമുള്ള വോയിസും ആ ചില സ്ഥലത്ത് ഒരു ബോൾഡ് വോയിസും, അങ്ങനെ 2 തോന്നുന്നുണ്ട്. ആ. എനിക്കൊരു ചെറിയ സംശയം അകറ്റാൻ വേണ്ടി ഉം. കൊമ്പനാന ചന്തം കൊണ്ട്, അതായത് അനുപല്ലവി തുടക്കം കുറച്ച് ആ 4 വരിയും ശ്രുതിന്ന് വിട്ടുപോയിരുന്നു. ആ മോള് മൈക്ക് കുറച്ച് മാറ്റി പിടിച്ച് ആദ്യം കുറച്ച്, അതായത് ഡിസ്റ്റൻസിൽ, അതായത് ഇപ്പൊ ഇതൊരു മൈക്കാണെന്ന് വെച്ചു, ആ. മോള് പാടുന്ന ഇത്രയും ക്ലോസ് ആയിട്ടാണ്, ആ. ഇത്രയും വിട്ടെ ആ. കേട്ടോ. ആ. നീ ആ കൊമ്പനാന ചന്തം കൊണ്ടെന്ന് പാടി. കൊമ്പനാന ചന്തം കൊണ്ടേ കൊമ്പുകുഴൽ മേളം കൊണ്ടേ നിറ നിറ തിങ്കളായി നീ എന്നെ കാണാൻ വാ ഇലക്കുറി ചാന്തം കൊണ്ടേ തിരുമുടി പൂവും കൊണ്ടേ ഇളവയിൽ നാളം പോൽ നീ എന്നെ പുൽകാൻ വാ കുന്നിക്കുരുക്കുത്തിയായി നല്ല മഞ്ഞക്കണിക്കൊന്നയായി താമരപ്പൂവരിമ്പായി ആ. നല്ല തങ്കക്കിനവൊളിയായി മെല്ലി നല്ലോലത്തളിരുഞ്ഞാലാടുന്ന കുഞ്ഞാറ്റക്കിളിയായി ആലോലം. ഇപ്പൊ 2 വയസ്സ് ഒരുപോലായി. മറ്റേ ഒരുപാട് ക്ലോസ് ആകുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ മോക്കൊരു മൂക്കടപ്പും ബാക്കി എല്ലാം ഉള്ളത് കൊണ്ട് അതിൻ്റെ ഒരു ഹൂ എന്നൊരു സൗണ്ട് വരും. താഴെ വരുമ്പം ഏതോ ഒരു രജിസ്റ്റർ വരുമ്പോൾ മാത്രമാണ് ആ ക്ലാരിറ്റി ഓഫ് വോയിസ് വരുന്നത്. അപ്പം മൈക്ക് എപ്പോഴും കുറച്ച് മാറ്റി പിടിച്ചോളൂ. എന്നിട്ട് നമ്മൾ നല്ല പവർഫുൾ ആയിട്ട് പാടുക. നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്ന 4 മിനിറ്റ് അല്ലെ 5 മിനിറ്റ് പാട്ടി മാത്രമായിരിക്കണം. ഇപ്പം മോൾ ആദ്യമായിട്ട് പാടുന്നതുകൊണ്ട് മോക്കൊരു സഭാകമ്പം കാണും. അതായത് അയ്യോ ആരെന്ത് ഇനി റെമി ചേച്ചി എന്തെങ്കിലും പറയുമോ, അതിന് ഞാൻ എന്തെങ്കിലും ആലോചിക്കുമോ, ചുമ്മാ രസത്തിന് ഞാൻ എന്തെങ്കിലും ആലോചിക്കുമോ, ഈ ഇനി ചിലപ്പോൾ ഇനിയിപ്പം വഴക്ക് പറയുമോ എന്നൊക്കെ മനസ്സിലാലോചിക്കും. അതൊന്നുമേ വേണ്ട. ഇത് നമ്മുടെ ഒരു കുടുംബമാണ്, ടോപ്പ് സിംഗർ കുടുംബം. ഒരു അംഗമായി കഴിഞ്ഞു, ഇതിനകത്ത് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞു. ഈ നോട്ട്സ് ഉണ്ടല്ലോ, ചിങ്കാര കിന്നാരം താരാരി ടാരാര, കൃത്യമായിട്ട് പാടിക്കേ. ചിങ്കാരക്കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന. കറക്റ്റ്. മോക്ക് എല്ലാം അറിയാം. നമ്മൾ പറഞ്ഞു തന്ന അതുപോലെ തന്നെ തിരിച്ച് പാടുന്നുണ്ട്. വെരി ഗുഡ്. ഇനിയിപ്പോൾ ഉള്ള യാത്ര എന്ന് പറഞ്ഞ സംഗീതത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക കേട്ടോ. വേറൊന്നിലും, അതായത് മൊബൈൽ ഫോൺ കളി വേണ്ട, വേറൊന്നും വേണ്ട. നമുക്കെന്താ നമ്മുടെ എയിം? 1ാം സ്ഥാനത്തെത്തുക. പ്രൈസ് മണിയോ അല്ലെങ്കിൽ വേറൊന്നും ആലോചിക്കണ്ട. നമ്മൾ ഇതിന്റെ ഫിനാലയിൽ എങ്ങനെയെങ്കിലും ഒന്ന് എത്തുക. ഇപ്പൊ തന്നെ ഈ ഒരു പാട്ട് കഴിയുമ്പോഴേ റോസിക്കുട്ടി വേൾഡ് ഫേമസ് ആവും. ഈ ലോകമെമ്പാടുമുള്ള ആൾക്കാർ ഈ ഷോ കണ്ടോണ്ടിരിക്കുക, കാണാതെ അവർ ഉറങ്ങത്തില്ല, അല്ലെങ്കിൽ അവർ യൂട്യൂബിലെങ്കിലും കാണും. അതുപോലെയാണ് ഇത് ഈ സ്റ്റേജിൽ ഒന്ന് വന്ന് നിന്നാൽ യു ആർ ഫേമസ്. പക്ഷെ അതുകൊണ്ട് ഞാൻ ഫേമസ് ആയി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അഹങ്കരിക്കരുത്. പാട്ട് മാത്രം ശ്രദ്ധിക്കുക ഫോർ 1 ഇയർ. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഇനി ആദ്യം ടോപ്പ് ബാൻഡിന്റെ വായന ഭയങ്കര സൂപ്പറായിരുന്നു. എല്ലാം സൂപ്പർ. എപ്പോഴും ഇന്ന് എനിക്ക് ഭയങ്കര ഒരു കയ്യടി. എസ്പെഷ്യലി നമ്മുടെ ഫ്ലോട്ടിസ്റ്റ് അബി, എല്ലാവരും അടിച്ചു പൊളിച്ചു, നല്ല രസമായിട്ടിരുന്നു. മോളെ എന്തോ എനിക്ക് മെയിനായിട്ട് മോൾക്ക് തോന്നിയത് ഇന്ന് ഈ മൂക്ക് തൊണ്ട എല്ലാം അടഞ്ഞിരിക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞതുപോലെ അതിലേക്ക് ആ പാട്ടിലേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരാനായിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു. അപ്പോൾ മേലെയും താഴെയൊക്കെ ചില സൗണ്ടൊക്കെ എടുക്കാനായി, അതായത് ഒരേപോലെ സൗണ്ടിങ് എല്ലാം വെളിയിൽ കേൾക്കാതെ വന്നു. കാരണം ഇത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നിങ്ങളൊക്കെ പാടുമ്പോഴത്തേക്കും ഇത് ഈ അസുഖങ്ങളൊന്നും വരാതെ ഇരിക്കട്ടെ എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ. കാരണം അത് വന്നു കഴിഞ്ഞാൽ നമുക്ക്, എസ്പെഷ്യലി മൂക്കടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പേരെന്നാന്ന് ചോദിച്ചാൽ അതാ ഇങ്ങനെ പറയാൻ നമുക്ക് പറ്റുള്ളൂ അല്ലേ. അതുകൊണ്ട് തന്നെ എനിക്ക് ഫസ്റ്റ് അനുപല്ലവി അത്ര ഒരു ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ചരണം എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. മോക്ക് നല്ലതായിട്ട് നല്ല പാടുമ്പോൾ നല്ല ഭാവവും അതൊക്കെ കൊടുത്ത് പാടാൻ അറിയാവുന്ന കുട്ടിയാണ്. പക്ഷെ നമുക്കിങ്ങനെ വരുമ്പോൾ നമുക്കൊരു ചെറിയ തടസ്സങ്ങൾ വരും, ഒരു ലിമിറ്റ് വരും. അതാണ് കേട്ടോ. ബാക്കി രണ്ടാമത് പാടിച്ചപ്പോഴൊക്കെ അത് ചേട്ടൻ പാടിച്ചപ്പോഴൊക്കെ അതൊക്കെ നന്നായിട്ട് പാടി. അപ്പൊ ഇനി പ്രാർത്ഥിക്കുന്നു ഇതൊന്നും വരാതിരിക്കട്ടെ.
അല്ലേ ഓക്കെ ആ കേട്ടോ. ഓക്കെ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. അന്നക്കുട്ടി എന്തോ ശരിക്കും മോളുടെ ഇന്നത്തെ പെർഫോമൻസ് ഒട്ടും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. നല്ല കോളിലുള്ളപ്പോൾ സംസാരിച്ച് ചേച്ചി പറഞ്ഞ പോലെ പേര് പോലും പറയാൻ പറ്റാത്ത ഒരു അവസരത്തിൽ ഒരാളോട് പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രൂരതയാണല്ല, കൊടും ക്രൂരതയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കെ മത്സരത്തിലും കൂടെ മത്സരിക്കാനും കൂടെ പറയുന്ന എന്ത് പറയണം അതിനെ? ആ കൊച്ചിനോട് ചെയ്യുന്ന വലിയ, പക്ഷെ മത്സരിക്കേണ്ടി വരും. ചില ജീവിതത്തിൽ നമുക്കെല്ലാം ഈസി ആയിട്ട് പെട്ടെന്ന് കിട്ടത്തില്ല. നമ്മൾ വിചാരിക്കുന്ന വളരെ ഈസി ആയിട്ട് ജീവിതം പോവുകയാണെങ്കിൽ അതിന് ജീവിതം എന്ന് പറയാൻ പറ്റുമോ? ജീവിതം എന്ന് പറയുന്ന ഒരു മരാളികയാണ് മോളെ. മരാളിക എന്ന് വെച്ചാൽ എന്നോട് ചോദിക്കരുത്, പറഞ്ഞ കൂട്ടത്തിൽ വന്നു പോയത്. അത് നിങ്ങളെല്ലാം തല കുലുക്കുകയും ചെയ്തു. പിന്നെ ഞാൻ വിചാരിച്ചില്ല തിരിച്ചിങ്ങോട്ടൊരു ചോദ്യം. നിങ്ങൾ മീനാക്ഷിക്ക് അതെ 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 എന്നൊക്കെ. മീനാക്ഷിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ടാണ്. മീനാക്ഷി 10 പാസ്സായല്ലോ അല്ലേ? പെറ്റിട്ടത് തന്നെ ടോപ്പ് സിംഗറിലോട്ടാ. ചേച്ചി നമ്മൾ ഒറ്റക്കെട്ടായി നിക്കണം. ഓക്കെ, റിമി ചേച്ചി പോയിട്ടൊക്കെ ഉണ്ട്, കോളേജിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഡിഗ്രി എടുത്തു. എന്താ ചേച്ചിക്ക് ഒരു സംശയം പോലെ? അല്ല, ഒരു 10 പ്രാവശ്യം ചോദിച്ചു. അല്ല, എനിക്കിപ്പോ ഒരു സംശയം. ഇതുവരെ ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. നമുക്ക് ടോപ്പിക്ക് മാറ്റാം. എനിക്ക് അല്ല, ഈ പ്രേക്ഷകനും ഇതുവരെ ഒരിക്കലും റിമി ഇതുപോലെ കോളേജിൽ പോയിട്ടുണ്ടോ അതിനെപ്പറ്റി ആരും അല്ല, സാറ് പറഞ്ഞ വളരെ കറക്റ്റാ. കാരണം ഈ 10 കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു സമയത്തൊക്കെ ഒരു 1999-2000 ആ സമയത്ത് 10 നല്ല മാർക്ക്, പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ക്ലാസ്സും കിട്ടി. അപ്പൊ ആ സമയത്ത് പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി. അത് എന്നാലല്ലേ ഇവിടെ വന്നിരുന്ന അപ്പുറത്തേക്ക് ഇങ്ങനെ ചൊറിയാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് എൻ്റെ അപ്പച്ചനടക്കം, എൻ്റെ മമ്മിയുടെ അച്ഛനൊക്കെ പലരും നല്ല പാട്ടൊക്കെ പാടും. എൻ്റെ അപ്പച്ചൻ വരെ പറഞ്ഞു, വേണ്ട ആ കൊച്ചിനെ നേഴ്സ് വല്ലതും ആക്ക്. കാരണം അതിന് മുന്നോട്ട് ജീവിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ വേണം. കാരണം അവർ വരെ പറയുക. എന്നിരുന്ന കാലം മാറി. എന്നിട്ട് അവർ ഇന്ന് നമ്മളെല്ലാവരും പിള്ളേരെ എല്ലാം പാട്ടുകാരാക്ക് എന്ന് പറഞ്ഞ് അച്ഛനമ്മമാരെ വിടുന്ന കാലം മാറി എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അല്ലാണ്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥ തന്നെ ആവണം, അല്ലെങ്കിൽ ഇങ്ങനെ നേഴ്സ് തന്നെ ആവണം. തള്ളിവിട്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥ സാറായിരുന്നല്ലോ അല്ലേ? കണക്കുപിള്ള എങ്ങാണ്ടായിരുന്നല്ലോ. പിന്നെ ബാങ്കിലായിരുന്നു, ഒന്നാന്തരം ബാഗ് ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് പറഞ്ഞപ്പോ മോളെ ഇന്നത്തെ ഒരിക്കലും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പോലും പറ്റാത്ത രീതി കൊമ്പനാന ചന്തമൊക്കെ മോൾ എന്നൊക്കെ പാടി മോള് ഒപ്പിച്ചില്ലേ, അത് തന്നെ വലിയ കാര്യം. സൂപ്പറായി പാടി കേട്ടോ ചക്കരെ. ഇനിയുള്ള പെർഫോമൻസിനാണ് നമ്മൾ കോൾഡൊക്കെ മാറ്റി നല്ല ശബ്ദമൊക്കെ ക്ലിയർ ആക്കി, ഓവർ പ്രാക്ടീസ് ഒന്നും ചെയ്യാതെ, സ്ട്രെസ് കൂട്ടാതെ, ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഒട്ടും സ്ട്രെയിൻ ആക്കരുത് കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ റോസമ്മ, എന്തോ സോ വി ആർ ഗിവിംഗ് യു 94 ഔട്ട് ഓഫ് 100. താങ്ക് യു. ആടി ഒരു കൈ ചൂണ്ടി പൂക്കുറ്റി. അപ്പോൾ all the best. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കുട്ടിക്കുറുമ്പ് കൂട്ടിൽ നിന്നും നമ്മുടെ സ്വന്തം റാണിയെക്കുട്ടി എത്തുന്നു. വെൽക്കം റാണിക്കുട്ടി ഓൺ സ്റ്റേജ്. നല്ല രസമുണ്ട്. റാണിക്കുട്ടിയെ, റാണിക്കുട്ടിയാണോ ഇത്? എന്റെ പൊന്നെ, അയ്യോ, 3 പല്ലില്ല റിമി, 4 പല്ലില്ല. റാണിക്കുട്ടി എന്നാണ് പേര്. എന്റെ അമ്മയുടെ പേര് റാണി. അയ്യോ, റിമിയുടെ അമ്മ നല്ല ഡാൻസ് ഒക്കെ കളിക്കട്ടോ എപ്പോഴും, ഭരതനാട്യം. ചേച്ചി ഞാനും പർപ്പിൾ കളറാ. ശരിയാ, കണ്ടോ കൊച്ചു കണ്ടുപിടിച്ച. വിരിഞ്ഞില്ല അതിന് മുമ്പേ. ഈ സാരി കണ്ടിട്ട് പുറകിന്ന് പോയി ഇട്ടതാണ്. ചോദിക്കട്ടെ, നമ്മളും ചെയ്യുമോ? എവിടാ വീട്? വീട് കണ്ണൂര്. കണ്ണൂരോ വീട്? ഞാൻ ഈ ഡ്രസ് കണ്ടായിരുന്നു. എന്താ കഴിച്ചേ? മീനും ചോറും. കണ്ണാടി വെച്ചത് കണ്ടിട്ട് എന്തൊരു രസം നോക്കിയാ. ഇതെങ്ങനെയാ നീ ഇത്ര കുഞ്ഞില് കണ്ണാടി വെച്ചത്? ഇത് എന്ത് ചെയ്തിട്ടാ? അതെനിക്ക് ദൂരെ കാഴ്ച കുറവുണ്ട്. സെയിം വെച്ചിട്ട് നമുക്ക് രണ്ടുപേർക്കും. എനിക്ക് റാണിമോളെയും കാണത്തില്ല, റാണിമോക്ക് എന്നെയും കാണത്തില്ല. അപ്പൊ ആ സത്യം നിങ്ങൾ മനസ്സിലാക്കിയോ? അല്ല ശരിക്കും ഇത് തമാശാന്നാ ഞാൻ വിചാരിച്ചേ. അപ്പൊ ഏത് പാട്ടാ പാടുന്നേ? ഞാൻ വാവാ താമരപ്പെണ്ണെ. വാവാ താമരപ്പെണ്ണെ. വാവാ താമരപ്പെണ്ണെ, നീ എൻ പൂങ്കരളല്ലേ, കൂടെ കളിക്കാൻ വാ, ഓ താളം തുള്ളാൻ വാ, കുട്ടനാടിൻ കൊച്ചു തമ്പുരാട്ടി ഒരു പാട്ട് പാടാൻ വാ, കുട്ടനാടിൻ കൊച്ചു തമ്പുരാട്ടി ഒരു പാട്ട് പാടാൻ വാ, വാ വാ താമരപ്പെണ്ണെ, നീ എൻ പൂങ്കരളല്ലേ, കൂടെ കളിക്കാൻ വാ, ഓ താളം തുള്ളാൻ വാ,
കുട്ടനാടിൻ കൊച്ചു തമ്പുരാട്ടി ഒരു പാട്ട് പാടാൻ വാ. കുട്ടനാടിൻ കൊച്ചു തമ്പുരാട്ടി ഒരു പാട്ട് പാടാൻ വാ. മണിച്ചേട്ടന്റെ അങ്ങനെ ഒരു കലക്കൻ സിനിമയും കലക്കൻ പാട്ടും. അതെ അതെ. അപ്പൊ മക്കളെ ശരി മോളെ, ഓൾ ദി ബെസ്റ്റ്. നന്നായി പാടൂട്ടോ. പാടാം. അതിനു മുമ്പ് ഞാൻ ഫണ്ണി ക്വസ്റ്റ്യൻ ശരി ബാബു, ഉറങ്ങും എല്ലാരും ഉറങ്ങും. നിങ്ങൾക്ക് എല്ലാവർക്കും ഫേസ്ബുക്ക് ഇല്ലേ? ഉണ്ട്. ഫേസ്ബുക്ക് ഇല്ലേ? അതുപോലെ കാട്ടിലെല്ലാ മൃഗങ്ങൾക്കും ഫേസ്ബുക്ക് ഉണ്ട്. പക്ഷേ അട്ടക്ക് മാത്രം ഫേസ്ബുക്ക് ഇല്ല. ആ അട്ടയ്ക്ക് കണ്ണില്ല. അല്ല, അട്ടയ്ക്ക് കൊമ്പുണ്ട്. അട്ടയ്ക്ക് കൊമ്പുണ്ട്. ബുക്കിന്റെ അല്ല. അട്ട മൂശട്ടെ. ചേച്ചി പിന്നെ എന്റെ മിണ്ടിയ പോലെ. ഓ ശരി. ആ ശരി, ഉത്തരം പറയൂ. അട്ടയ്ക്ക് തോറ്റാ? തോറ്റു പറയൂ. എനിക്ക് അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്താനില്ലല്ലോ. അതെ, കണ്ണൂരോട്ടുള്ള ബസ് സ്റ്റാർട്ടായിട്ട് നിൽക്കണം. അതെ, അട്ടയെ പിടിച്ച് മെത്തയെ കിടത്തിയാ കിടക്കുമോന്ന് ക്വസ്റ്റ്യൻ മാറിപ്പോയി. ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ എന്റെ പൊന്നെ, ഇത് ന്യൂ ജനറേഷൻ അല്ല, ഇപ്പോഴത്തെ പിള്ളേരെ. ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. അടുത്തത് പിന്നെ ചോദിക്കാം. ഓ, ആ ശരി പറയൂ. ആ അല്ല, മനസ്സിലായോ? ആ വേഗം പറയൂ. ഫേസ്ബുക്ക് തന്നെ ഇല്ല പിന്നെ. ആ പറയൂ. ആരും മിണ്ടല്ലേ? പിന്നെ എന്തിനോട് ഞാനടക്കം മിണ്ടുന്നില്ല. പറയൂ. കോക്രോച്ചിന്റെ അപ്പന്റെ പേരെന്ത്? എനിക്ക് ഉറുമ്പിന്റെ അപ്പന്റെ പേരറിയാം. ആൻ്റപ്പൻ. ആ. കോക്രോച്ചിന്റെ അച്ഛന്റെ പേര് കോക്കർപ്പൻ. അല്ല, പറയല്ലേ. കോക്രോച്ചൻ. കോക്രോച്ച് പാറ്റ. അല്ല. തോറ്റാ? പിന്നെ ആ തോറ്റു. അപ്രോച്ച്. മോളെ, എന്തിനാ മോളെ ഇവിടെ ഈ സീസൺ 5 വന്നത്? ഇനി റിമി ചേച്ചിയോട്. ആരെയും ചേച്ചിയോട് നീ ചോദിക്കും. ഓ, എന്നോടായിരുന്നു വിചാരിച്ചിട്ടാ ഞാൻ ഈ കടന്ന് തോറ്റ രീതിയിൽ ഇരിക്കുവായിരുന്നു. മഹാന്മാർ ആ പിന്നിട്ട വഴികളിലൂടെ ആ പോകുമ്പോൾ സൂക്ഷിക്കണം എന്തുകൊണ്ട്? ഇവിടെ. മഹാന്മാർ പിന്നിട്ട വഴികളോട് കാരണം നമ്മൾ ചെരുപ്പിടണം. കാരണം മഹാന്മാർ പിന്നല്ലേ ഇട്ടേക്കണേ. ഞാനീ കുത്തിക്കേറി. ഈസി ക്വസ്റ്റ്യൻ. ആദ്യമായിട്ടാണ് ഒരു കുട്ടി നമ്മളെ തോപ്പിക്കുന്നത്. 3 ചോദ്യത്തിൽ 2 ചോദ്യത്തിൽ നമ്മൾ തോറ്റു, 1 ചോദ്യം ജയിച്ചു. എനിക്കൊരു മ്യൂസിക് ഒന്നുമില്ല ഇവിടെ. ഒരു പടക്കം പൊട്ടിക്കലോ ഒരു പൂക്കുറ്റി ഒന്നുമില്ല. അതൊക്കെ പിന്നെ തരാം. ഇറങ്ങി പോകണം. ഓക്കെ ആരാധകരെ ശാന്തരാകും. മോളെ, all the best. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.
റാണി കുഞ്ഞേ എന്താ സൂപ്പർ. താങ്ക് യു. അതായത് ഈ കുഞ്ഞു പ്രായത്തില് ഇങ്ങനെ ഒന്ന് അതിമനോഹരമായിട്ട് പാടിയപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി കേട്ടോ. അതുപോലെ തന്നെ ചോദ്യങ്ങളും പാട്ടും എന്ന് വേണ്ട ഒരു വലിയൊരു സംഭവമാണ് റാണിക്കുഞ്ഞ്. ആദ്യ വരവിൽ തന്നെ തെളിയിച്ചു ഞാനൊരാളാണ്. മിടുക്കിയാണ് കേട്ടോ. കാരണം കാണാനും മോടെ പ്രസന്റേഷനും പാടുന്നതും എല്ലാം കൂടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോളെ നമ്മുടെ പ്രേക്ഷകർ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഉറപ്പാണ്. ഇനി മോള് വരുന്ന എപ്പിസോഡ് നോക്കിയിരിക്കും. ഓൾ ദി ബെസ്റ്റ്. ബ്യൂട്ടിഫുൾ. റാണിക്കുഞ്ഞോ എന്താ ചക്കരെ എന്താ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഓ ഞങ്ങളൊക്കെ അങ്ങ് നല്ല എൻജോയ് ചെയ്തു. നമ്മളൊക്കെ ഇവിടെ എന്താ പറയണേ, അങ്ങ് വന്ന് ഡാൻസ് കളിക്കാൻ തോന്നി. മക്കൾ അത്ര രസമായിട്ടായിരുന്നു അത് പാടിയത്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഞാൻ റാണി ചേച്ചിന്ന് വിളിക്കും. റാണി ചേച്ചിയെ എന്താ എന്നെക്കാളും മൂത്തല്ലേ, പിന്നെന്താ റാണി ചേച്ചി. ഞാനിത് സാറിനടുത്ത് പറയായിരുന്നേ, ഒറ്റ പ്രാവശ്യം കണ്ടോടുകൂടി നമുക്ക് മനസ്സിലറിയാം ഇനി നമുക്ക് ഇതിനു മുമ്പുള്ള പിള്ളേരെ കാണുന്ന പോലെ നമുക്ക് ഒറ്റ പ്രാവശ്യം കാണുമ്പോ തന്നെ അറിയാം റാണിക്കുഞ്ഞ് കേരളം കീഴടക്കാൻ കേട്ടോ. അത് റാണിക്കുഞ്ഞിന്റെ ചിരിയുണ്ടല്ലോ പറയുമ്പോ നമ്മുടെ മനസ്സിൽ തന്നെ അങ്ങ് കേറി. എന്റെ മനസ്സിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ റാണിക്കുഞ്ഞ് അങ്ങ് കേറിപ്പോയി മനസ്സിലോട്ട്. പക്ഷെ ഞാൻ ഇനി എങ്ങനെ കടന്നുറങ്ങുമോ എനിക്കറിയത്തില്ല. ഈ റാണിക്കുഞ്ഞ് കാരണം എനിക്ക് ഉറങ്ങാൻ പോലും രാത്രി സ്വപ്നം മൊത്തം റാണിക്കുഞ്ഞായിരിക്കും. ഞാൻ റാണിക്കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും. പ്ലീസ് വരുവോ എന്റെ കൂടെ കിടന്നുറങ്ങാൻ? കൂടെയുറങ്ങാൻ കൊതിയാകുന്നു, നെഞ്ഞിൽ മഞ്ഞിൻ കുളിരൂറുന്നു. നില്ലടി 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 നിന്നോട് കുഞ്ഞു കൂറുമ്പൊന്നു കാണട്ടെ ഞാൻ. ചിക്കൻ ചേലും വന്ന ചിന്നിച്ചീരും വന്ന മൊത്തം ചിന്നി ചിതറിപ്പോയി. വല്ല മനസ്സിലായി ഏത് പാട്ടാന്ന്? ആ പോയി ചോദിക്കുക കേട്ടോ ആരോടെങ്കിലും. ആ ശരി എന്നെ ബാ. എന്ത് രസാ ഉടുപ്പ്. നമ്മൾ ആരെങ്കിലും ആ ഉടുപ്പിനെ കുറിച്ച് പറഞ്ഞോ? എന്റെ രസമാണോ ഈ ഉടുപ്പ്? എന്റെ ദൈവമേ, മൊത്തത്തിൽ ഞങ്ങളുടെ ഡ്രസ്സൊന്നും ആർക്കും ഇഷ്ടപ്പെട്ടില്ല. റാണിക്കുഞ്ഞ് കൊണ്ടുപോയല്ല. അതാ ഇന്ന് സോ ആദ്യ ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ റാണിക്കുട്ടി പൂക്കുട്ടി. താങ്ക് യു. ബൈ. പാട്ടും ചിരിയുമായി ആലപ്പുഴയിൽ നിന്നും നീഹാര എത്തുന്നു. ഹലോ നിഹാര. നമസ്കാരം സർ. ഓ എവിടുന്ന് ഓടി പിടിച്ച് വരണമല്ലോ ഉണ്ടല്ലോ. നിഹാര വെയിറ്റിംഗ് ലിസ്റ്റിലെ ടോപ്പ് പ്രയോറിറ്റി ആയിരുന്നു അല്ലേ? അതെ. നന്നായിട്ട് പാടിയെന്ന്, അതുകൊണ്ടാണ് എൻട്രി കിട്ടിയത്. ഓക്കെ, കൺഗ്രാറ്റ്സ്. നീഹാര. താങ്ക് യു മാം. എന്തോ ഈ സെലക്ഷൻ കിട്ടിയെന്ന് അറിഞ്ഞപ്പോ അമ്മയൊക്കെ എന്ത് പറഞ്ഞു? അമ്മയും അച്ഛനും ഒക്കെ, വീട്ടുകാരും വള്ളികുന്നത്തെ ആൾക്കാരും ഒക്കെ എന്ത്? വള്ളികുന്നത്തെ എല്ലാരും ഭയങ്കര ത്രില്ലടിച്ച് നിൽക്കുകയാണ്. അതെ അതെ എല്ലാരും. മോൾ ആദ്യമായിട്ട് പാടാൻ പോവാണ്. ടെൻഷൻ അടിക്കരുത്. ടെൻഷൻ ഇല്ല, പിന്നെന്താ ഉള്ളത്? കണ്ണീന്ന് ചേർത്തിട്ട് വെള്ളം വരും. അയ്യോ ഹാപ്പി ടീയേഴ്സ് ആണ്. അയ്യോടാ ടെൻഷൻ ഇല്ല, കണ്ണിന്ന് വെള്ളം വരുവാന്ന്. ലൈറ്റിന്റെ അല്ലേ? ഓ ലൈറ്റിന്റെ. ഓക്കെ മക്കളെ, ഏതാ പാടുന്നടാ? രാര വേണു. രാരവേണു പഠിച്ചിട്ടുണ്ടോ? ആ സ്വരജതികള്. ആ മിടുക്കി സ്വരജതി. അത് പഠിച്ചോണ്ടിരിക്കുന്നതേ ഉള്ളൂ. ആണോ? അപ്പൊ ആ സമയത്താണ് ടോപ്പ് സിംഗറിന്റെ ഫൈനൽ ഓഡിഷന് വിളിച്ചത്. അപ്പൊ അത് തന്നെ പിടിച്ചേക്കാന്ന് വിചാരിച്ചു. ഡീറ്റെയിൽസ്. മ്യൂസിക് വിദ്യാസാഗർ മാസ്റ്റർ, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ, പാടിയത് ചിത്രാമ്മ, കല്യാണി മേനോൻ. വെരി ഗുഡ്. സിനിമ മിസ്റ്റർ ബട്ട്ലർ. മിസ്റ്റർ ബട്ട്ലർ. ഒരു ടെൻഷനും വേണ്ട കേട്ടാ. ഫസ്റ്റ് വന്ന് നിക്കുന്നതിന്റെയാണ്. സൂപ്പർ പാട്ടാണ്. എല്ലാം നമ്മുടെ സ്വന്തം ആൾക്കാരാണ്. റിമി ചേച്ചിയെ കണ്ടപ്പോ ഒരു കുളിരി. നേരിട്ട് കണ്ടതിന്റെ ഒരു ഇത്. ചക്കരെ ഉമ്മ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കേട്ടോ. ഒരു ടെൻഷനും വേണ്ട, ഇതെല്ലാം നമ്മുടെ വീട്ടുകാരാ, സ്വന്തം ആൾക്കാർ. ഇവർക്ക് എത്ര വർഷമായിട്ട് കാണുന്ന ഈ കരച്ചിലൊന്നും നിർത്താവോ ഇനിയെങ്കിലും? അതിന്റെ അല്ല, കണ്ണ് ലൈറ്റ് അടിക്കുന്നതിന്റെ അല്ലേ? ശരി, എന്നാ എളുപ്പം പാടിക്കോ കേട്ടോ. അപ്പൊ മോളെ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. വേണു ഗോപാല രാജിത സദ്ഗുണ ജയശീല
രാരവേണു ഗോപബാല രാജിത സഗുണ ജയശീല അമ്പാടി കുയിലല്ലേ പൊന്നോട കുഴലല്ലേ നറുവെണ്ണ കുടമല്ലേ നീ എൻ കണ്ണ അമ്പാടി കുയിലല്ലേ പൊന്നോട കുഴലല്ലേ നറുവെണ്ണ കുടമല്ലേ നീ എൻ കണ്ണ വേണു ഗോപബാല രാജിത സഗുണ ജയശീല പീലിതരാം ചെറുഗോപിതൊടാം പീതാംബരവും ചാർത്തിടാം പൈക്കളിതാ പൂപൈക്കളിതാ മേയ്ക്കാനിതിലേ നീ വരുമോ കുളിരാർന്നൊഴുകും യമുന നദിയിൽ നീരാടാൻ നീ വന്നാട്ടെ കുളിരാർന്നൊഴുകും യമുന നദിയിൽ നീരാടാൻ നീ വന്നാട്ടെ കാട്ടറ തുള്ളി നടക്കാം ഈ കാട്ടിലൊളിച്ചു കളിക്കാം കോടക്കാറൊളി വർണ്ണ നിന്നെ കോരിയെടുത്തൊന്നു ഞാലാട്ടാം രാരവേണു 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 ഗോപബാല രാജിത സഗുണ ജയശീല രാഗിണിയാം യുവരാധൈത രാസോലസിതം പാടുകയാൽ ഭാമൈത നിൻ ഭാമൈത വിരഹിണിയായി കേഴുന്നു വരവീണയുമായി വരു നീ അരികിൽ മായാവൃന്ദാവനിൽ വരവീണയുമായി വരു നീ അരികിൽ മായാവൃന്ദാവനിൽ നിന്റെ നഖക്കലമല്ലേ എൻ നെഞ്ചിലുരഞ്ഞു മുറിഞ്ഞു പീലി പൂമ്പൊടി കാറ്റിലുലഞ്ഞു മനസ്സിനകത്തണി മഞ്ഞു കിനിഞ്ഞു രാരവേണു ഗോപബാല രാജിത സഗുണ ജയശീല രാരവേണു ഗോപബാല രാജിത സഗുണ ജയശീല അമ്പാടി കുയിലല്ലേ പൊന്നോട കുഴലല്ലേ നറുവെണ്ണ കുടമല്ലേ നീ എൻ കണ്ണ അമ്പാടി കുയിലല്ലേ പൊന്നോട കുഴലല്ലേ നറുവെണ്ണ കുടമല്ലേ നീ എൻ കണ്ണ വേണു ഗോപബാല രാജിത സഗുണ ജയശീല രാരവേണു ഗോപബാല രാജിത സഗുണ ജയശീല സൂപ്പർ 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 നീഹാരക്കുട്ടി എന്തോ നന്നായിരുന്നു മോളെ. താങ്ക് യു സർ നല്ല രസമുണ്ടായിരുന്നു മോടെ പാട്ട് കേൾക്കാനേ. മോൾ ഇത് ഒറിജിനൽ പിച്ചാണോ ഇത്, അതോ ശ്രുതി കുറച്ചോ? അല്ല ഒറിജിനൽ ഒറിജിനൽ ആണ്. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു സർ അപ്പൊ നന്നായിരുന്നു. ആ മായാ വൃന്ദാവനിയിൽ അത് മാത്രമേ ഉള്ളൂ ഒന്ന് തെന്നിപ്പോയി അവിടുന്ന്. ബാക്കിയൊക്കെ നന്നായിരുന്നു. നിങ്ങൾക്കൊക്കെ മെയിനായിട്ടുള്ള ഒരു ആവശ്യം എന്ന് പറയുന്നത് ഡൈനാമിക്സ്, അതായത് ഭാവം, അതുപോലത്തെ കാര്യങ്ങൾ. മോളിന്ന് അക്ഷരസ്ഫുടതയൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സർ അക്ഷരങ്ങളൊക്കെ പെറുക്കി പെറുക്കി പറയുന്നുണ്ട്. ചരണത്തിൻ്റെ ഒക്കെ എൻഡ് പോർഷൻസ് ഒക്കെ നല്ല കൃത്യമായിട്ട് തന്നെ അക്ഷരങ്ങൾ വന്നു. നോട്ട്സും ക്ലിയർ ആയിരുന്നു. താങ്ക് യു പക്ഷെ സർ ഈ ഒരു സംഭവം ഒന്ന് നോക്കിക്കൊണ്ടാൽ മതി. അതായത് ഭാവം, രാരവേണു, അതിൻ്റെ ആ രാഗത്തിൻ്റെ ഭാവങ്ങളും അതിൻ്റെ ഒരു സുഖം
കൊടുക്കുക. ഒന്ന് വെറുതെ ഒന്ന് പാടി നോക്കി. ഞാനിപ്പോ പറഞ്ഞ വെച്ചിട്ട് ഇഷ്ടം റിമിയല്ലേ? അപ്പൊ റിമി ഒന്ന് മനസ്സിൽ ധ്യാനിച്ചൊന്ന് പാടി നോക്കി. രാരവേണു രാരവേണു ഗോപാല രാജിത സദ്ഗുണ ആ ജയശീല. സദ്ഗുണ നിറവം ഈ കച്ചേരി പാടുന്ന പോലെ രാധേയ സദ്ഗുണ ഗുണ. അതല്ലാതെ ഇത് സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഞാൻ ഈ സ്വാമിനാഥ എന്ന് പാടിയ പാട്ട് പലരും പറയും അത് ഭയങ്കര ലളിതമാക്കിയെന്ന്. പക്ഷെ ആ സിറ്റുവേഷൻ അതാണ്. മോഹൻലാലിനെ കൊല്ലാൻ കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷനിലാണ്, അതിന് മുമ്പാണ് ഈ പാട്ട് വരുന്നത്. അപ്പോൾ ദർ ഇസ് എ പോയിന്റ് ഓഫ് എന്താണ്, ഒരു സാഡ്നെസ് ഉണ്ട്. അപ്പോൾ ആ സാഡ്നെസ് കലർത്തി പാടി എന്ന് പറയുന്ന പോലെ ഈ കീർത്തനം എങ്ങനെ ആയാലും സിനിമയിൽ വരുമ്പം പാടുമ്പോൾ അതിനകത്തൊരു മെലഡി ഉണ്ട്. ആ മെലഡി കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വിജയിച്ചു. ഇപ്പോഴേ നന്നായിട്ട് പാടി, നല്ല രസമുണ്ട്, നല്ല ജ്ഞാനസ്ഥയാണ്, വേറൊന്നുമില്ല. എനിക്ക് വേറൊന്നും പറയാനില്ല, നന്നായിരുന്നു. താങ്ക് യു സർ. മക്കളെ എന്തോ വളരെ ഡിഫറെൻ്റ് ആയിട്ട് ആ ഒരു സ്വരജതിയുടെ ആദ്യം വിദ്യാസാഗർ സാർ അതിനുള്ളൊരു പ്രിഫിക്സ് ചെയ്ത് അത് വളരെ അതിൻ്റെ ചിത്രീകരണം ഒക്കെ ഭയങ്കര രസമാണ്. അതിന് ചേർന്ന രീതിയിൽ ആ പാട്ട് വന്നിരിക്കുന്നു. ആ ഒരു സിനിമ കണ്ടിട്ടില്ലേ, ആ ഒരു പാട്ടിൻ്റെ സീൻ കണ്ടിട്ടില്ലേ? മോള് നന്നായിട്ട് പാടി. എനിക്കും എം ജി ചേട്ടൻ പറഞ്ഞു തന്നെ പറയാനുള്ള ആ ഒരു ഡൈനാമിക്സ്, ആ ഒരു ഭാവം ഇടയ്ക്ക് കൊടുക്കാം. അത് സാരമില്ല, ഇതിപ്പോൾ ഫസ്റ്റ് പാട്ടാണല്ലോ. പിന്നെ മായാവൃന്ദാവനയിൽ അവിടെ വന്നപ്പോൾ എന്ത് പറ്റി, എന്താലോചിച്ചു? അത് ആ ശ്രുതി ഇങ്ങനെ ഇതായിപ്പോലെ. ആ കിട്ടിയില്ല. ഒരു വള്ളിക്കെട്ടായിപ്പോ അല്ലേ? പെട്ടെന്ന് നാട്ടുകാരെ ഓർത്തുപോയി. സ്ഥലത്തിന്റെ പേരെന്താ മോളെ? വള്ളിക്കുന്ന്. പിന്നെ ഇത് ബിലഹരി രാഗം ആണ് കേട്ടോ. അപ്പൊ ഇതില് ഒരു അതായത് ചേട്ടാ ഒരു പാട്ടുണ്ട്, മാമയോരമീതിലേറിവാ എന്നെ രക്ഷിക്കമാ മയോരമീതിലേറിവാ എന്നെ രക്ഷിക്ക മാമയോരമീതിലേറിവാ മാമയോ. അതാണ് ആ സംഗതി. സ്മരസദാ മാനസ ബാല ഗോപാലോ സ്മരസദാ മാനസ ബാല ഗോപാലോ സ്മരസദാ മാനസ ബാല ഗോപാലോ. സബാഷ് ബിലഹരി, സബാഷ് ബിലഹരി, യാ ബിലഹരി. ഹരി ഓം, ഹരി ഓം. നമ്മുടെ ബലഹരി പറയൂ. നിഹാരക്കുട്ടി, എന്തോ വള്ളിക്കുന്നിലുള്ള എല്ലാവർക്കും, ഞങ്ങളുടെ എല്ലാവരുടെയും വക, ടോപ്പ് സിംഗറിന്റെ വക എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേക്കണം കേട്ടോ. ഓക്കെ പറയാം. അപ്പൊ അവരെല്ലാരും ഇങ്ങനെ ആകാംക്ഷഭരിതരായി കാത്തിരിക്കണം, മോൾ എവിടം വരെ എത്തും, ടോപ്പ് സിംഗറിൽ ടോപ്പ് എത്തുമോ, ടോപ്പ് അടിക്കുമോ ഞങ്ങളുടെ ചക്കര എത്തുന്ന. അവിടെ അന്ന് തൊട്ട് അവര് വള്ളിക്കുന്നിലുള്ള ആൾക്കാർ 7 തൊട്ട് 8 വരെ അവര് ഫ്ലവേഴ്സിന്റെ മുന്നിലായിരിക്കും. വള്ളിക്കുന്നല്ല, പിന്നെ മൊത്തം ആലപ്പുഴ ജില്ല മൊത്തം ഫ്ലവേഴ്സ് ഏറ്റെടുത്തിരിക്കുകയാണ് കേട്ടോ. അവര് മോക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. എനിക്ക് തോന്നിയതാണെന്ന് എനിക്ക് അറിയത്തില്ല. സാറ് പറഞ്ഞ വളരെ കറക്റ്റാണ്. കുറച്ച് കച്ചേരി പാടുന്നവരുടെ ഒരു സ്റ്റൈലിലാണ്. പക്ഷേ എനിക്ക് അല്പത്തെ കൊച്ചു സ്വരജതി വരെ പഠിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ എന്ത് രസമായിട്ടാണ്, വളരെ ബോൾഡായിട്ട് ഭയങ്കരമായിട്ട് അറിയാവുന്ന ഒത്തിരി കീർത്തനമൊക്കെ പഠിച്ച് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കച്ചേരിയൊക്കെ നടത്തുന്ന ഒരാളെ പോലെയാണ് ഈ പാട്ട് പാടിയേക്കുന്നത്. എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു മോള് പാടിയേക്കുന്നതില്. അപ്പോൾ ഈ സ്റ്റാർട്ടിങ്ങിലെ പിള്ളേർ ഇങ്ങനെ പാടുന്നുണ്ടെങ്കിൽ എനിക്ക് അത്ഭുതം തോന്നി, ഇനി ബാക്കിയുള്ള പിള്ളേർ 30 പിള്ളേർ എങ്ങനെയായിരിക്കുമെന്ന്. ഇത്ര ടെൻഷൻ അടിക്കുന്ന അവസ്ഥയിൽ ഇങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് ഈ സ്റ്റേജ് കയ്യിലാകുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. കാണാൻ പറ്റുമോ എനിക്ക് അറിയത്തില്ല. കാലക്ക് കേട്ടോ മോളെ. സീസൺ 5 ഒരു സംഭവമായിരിക്കും. ഒരു ബ്ലാസ്റ്റ്, സംശയമില്ല. ഓക്കെ മോളെ, സോ വി ആർ ഗിവിംഗ് യു 96 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. ആടി ഒരു വള്ളി കുന്നം പൂക്കുറ്റി. താങ്ക് യു സർ. ഹാപ്പി അല്ലേ? അല്ലേ? കണ്ണു നിറഞ്ഞിട്ടാണ് എനിക്ക് സങ്കടമുള്ള പോലെ. സന്തോഷല്ലേ? ഓൾ ദ ബെസ്റ്റ്. ടാറ്റ. ഓൾ ദി ബെസ്റ്റ്.
സ്വപ്ന സംഗീത വേദിയിലേക്ക് കൊല്ലത്തിന്റെ മിടുക്കൻ പാട്ടുകാരൻ ധ്യാൻ വിശ്വ. ഹായ് ധ്യാൻ, എന്തോ ആരാ ഈ ധ്യാൻ എന്ന് പേരിട്ട്? അച്ഛനും അമ്മയും. അച്ഛൻ പാടുവോ? അച്ഛൻ അങ്ങനെ പാടില്ല, അമ്മ കുറച്ച് പാടും. അപ്പം അമ്മയുടെ നിന്നും അല്ലെ കുടുംബ പാരമ്പര്യം ആരെങ്കിലും പാടുവോ? ആ അമ്മമ്മ പാടും, പിന്നെ അപ്പയൊക്കെ പാടും. ആ പിന്നെന്താ. എന്തെങ്കിലും ഒരു വരവ് വേണമല്ലോ. അതെ അതെ അതെ. സ്ഥലം എവിടാന്ന് പറഞ്ഞു? കൊല്ലം ജില്ലയിലെ പരവൂർ പൂതക്കുളം എന്ന് പറഞ്ഞു. അപ്പൊ മോനെ ഏത് പാട്ടാ പാടുന്നത്? കടുകിട്ട് വറുത്തൊരു. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്ന് പറഞ്ഞേ. എഴുതിയത് വയലാർ ശരത്ചന്ദ്ര വർമ്മ സാറ്, ആ. പിന്നെ മ്യൂസിക് അലക്സ് പോൾ സാറ്, ഗുഡ്. ആ പാടിയത് MG സാറ്. ആണോ? ആ ഈ കടുകിട്ട് കടിച്ചാ പൊട്ടാത്ത പാട്ടുകളൊക്കെ പിന്നെ ഇവിടെ ആര് പാടും? അതെ, പിന്നെ അല്ലാതെ. കടുകിട്ട് വറക്കുന്ന. ഹലോ, സിനിമ ഏതാ? സിനിമ ഹലോ. ഞാൻ ചോദിച്ചു, ഹലോ. സിനിമയുടെ പേരാണ് ഹലോ. മക്കളെ ധ്യാൻ, എന്തോ ഞാൻ മുഖം നോക്കി ഒരു കാര്യം പറയാൻ പോവാ. പറഞ്ഞോ. ഞങ്ങളുടെ ഒരു സീസണില് മുച്ചൂട്ടി എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു, മുക്തിക. ആ മോളെന്ന് പറഞ്ഞാൽ ഭയങ്കര മെച്യൂർഡാണ്. അത് കുടുംബം ഭയങ്കര കെയർഫുൾ ആയിട്ട് നോക്കുന്ന ഒരു കൊച്ചുകുട്ടിയാണ്. അച്ഛനും അമ്മയും ജോലിയുണ്ട്. അപ്പം ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ചു, മോളെ മോക്ക് ഡ്രസ്സൊക്കെ പുതിയ ഡ്രസ്സ് വല്ലതും എടുക്കുന്നുണ്ടോ? ആ കുട്ടി പറഞ്ഞു, അച്ഛനും അമ്മയും പറഞ്ഞു ഇതുപോലെ ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട. അതെന്താ മോളെ അങ്ങനെ പറഞ്ഞേ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇപ്പം അച്ഛനും അമ്മയും വീടൊക്കെ വെക്കുകയാണ്, അത് വേണ്ട, എനിക്ക് ഈ ഉടുപ്പ് തന്നെ മതി, ഞാൻ കഴുകിയിട്ടോളാന്ന് പറഞ്ഞു. ഞാൻ എണ്ണീറ്റ് പോയി ഒരു ഉമ്മ കൊടുത്തു. കാരണം വേറൊന്നുമല്ല, ഈ കാലഘട്ടത്തിൽ അങ്ങനെ പറയുന്ന കുട്ടികളുണ്ടല്ലോ എന്ന് ഞാൻ വളരെ അതിശയം കൊണ്ടു. അതുപോലെ എനിക്ക് തോന്നുന്നൊരു വ്യക്തിയാണ് മോനും. അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും എല്ലാവരെക്കുറിച്ചും ഭയങ്കര കെയർഫുൾ ആയിട്ട് മോനാണ് നോക്കുന്നവരെ. അതെ അതെ ആണല്ലോ. അതെ. ബാക്കി പിന്നെ പറയാം. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു. കടുകിട്ട് വറുത്തൊരു കടക്കണ്ണം അടിച്ചെന്നെ കുടിക്കിട്ട് വലിക്കല്ലേ മിടുക്കി പെണ്ണേ. തിരിച്ചിട്ടും മറിച്ചിട്ടും കുണിച്ചിട്ടും ഹരിച്ചിട്ടും കുളിപ്പിച്ചു കിടത്തല്ലേ കുടിക്ക പെണ്ണേ. നീ പിണങ്ങിയാൽ ഉടനെ കക്ക് കത്തി കയറുന്ന കടക്കുള്ള പൊക്ക് കത്ത് പിടിച്ചിട്ട് കറങ്ങുന്ന വാക്ക് കരിമ്പിന്റെ രസഗുള നീ തന്നെ. സുഖത്തിന്റെ സരിഗമതി തന്നെ. കടുകിട്ട് വറുത്തൊരു കടക്കണ്ണു വടിച്ചെന്നെ കുടിക്കിട്ട് വലിക്കല്ലേ മിടുക്കി പെണ്ണേ. തിരിച്ചിട്ടും മറിച്ചിട്ടും കുടിച്ചിട്ടും ഹരിച്ചിട്ടും കുളിപ്പിച്ച് കിടത്തല്ലേ കുടിക്ക പെണ്ണേ. പേരു കേട്ട തറവാടി പോക്കിരിക്കു തെമ്മാടി. പേരു കേട്ട തറവാടി പോക്കിരിക്കു തെമ്മാടി. മണ്ണിലെ സത്യമേ സോമകന്യകേ സടകുടഞ്ഞ വില്ലാളി ചോരയുള്ള പോരാളി. ഇന്ദ്രനും ചന്ദ്രനും ബന്ധുവാണു നീ. ചന്തമോടെ എന്നും നീയോ എന്റെ നല്ല സുന്ദരി. അന്തിവെട്ടമാറും നേരം സ്വന്തം നീ കൺമണി. സടസട തുടമ്പടി കളർന്ന കുടത്തിലെ ഹണിയായുടനെ നിറയാൻ വരണം. ഹരി ഭരി എനിക്കില്ല പതുക്കന് മതി മതി നിറപടരും തിരുമധുര നുകര. കടുകിട്ട് വറുത്തൊരു കടക്കണ്ണു വടിച്ചെന്നെ കുടിക്കിട്ട് വലിക്കല്ലേ മിടുക്കി പെണ്ണേ. തിരിച്ചിട്ടും മറിച്ചിട്ടും കുടിച്ചിട്ടും ഹരിച്ചിട്ടും കുളിപ്പിച്ചു കടത്തല്ലേ കുടുക്ക പെണ്ണേ. ഛൻ 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 बोले सन 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 पायल पीछल कारत बोले गावो ना नाचो ना. पायल पीछल कारत बोले गावो ना नाचो ना गावो ना नाचो ना. ओके
മരിച്ചിട്ടും കുളിപ്പിച്ചു കിടത്തല്ലേ കുടുക്ക പെണ്ണേ പട പട പിടയ്ക്കണ ഹാർട്ട് നീ പിണങ്ങിയാൽ ഉടനെ അറ്റാക്ക് കത്തി കയറുന്ന കണക്കുള്ള പോക്ക് മധു പിടിച്ചിട്ട് കറങ്ങുന്ന വാക്ക് കരിമ്പിന്റെ രസഗുള നീ തന്നെ വാ 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 സുഖത്തിന്റെ സരിഗമ നീ തന്നെ കണ്ടുകിട്ട് വറുത്തൊരു കടക്കണ്ണു മടിച്ചെന്നെ കുടുക്കിട്ട് വലിക്കല്ല മിടുക്കി പെണ്ണേ തിരിച്ചിട്ട് മറിച്ചിട്ട് കുടിച്ചിട്ട് മരിച്ചിട്ട് കുളിപ്പിച്ച കിടത്തല്ലേ കുടുക്ക പെണ്ണേ കുടുക്ക പെണ്ണേ കുടുക്ക പെണ്ണേ ഞാൻ കുട്ടാ എന്തോ നന്നായിരുന്നു മോനെ സംഭവം ഓക്കെ. പക്ഷേ അങ്കിളിന് കുറച്ചുകൂടി ബലം വന്നാൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒരു ചെറിയൊരു ചിന്തനീയം. അതായത് ഈ കട്ടുകിട്ട് പറത്തരു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പേറ്റു കേട്ട തറവ എല്ലാത്തിനകത്തും ഈ റ കട്ടു എന്നൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട് അക്ഷരത്തിൽ. അതൊക്കെ ഒന്ന് മുറുക്കി പിടിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. അപ്പം മാത്രമല്ല അത് ഇതിന്റെ സ്വരസ്ഥാനങ്ങളുണ്ട് അടിപൊളിയാണെങ്കിലും കട്ടുകിട്ട് വറുത്തൊരു കടക്കണ്ണു മടിച്ചെന്നെ കുടുക്കിട്ട് വലിക്കല്ല മിടുക്കി പെണ്ണേ അങ്ങനെ കൃത്യമായിട്ട് പോണം. അങ്ങനെ ഒന്ന് കടിച്ചൊന്ന് പാടി നോക്കി. കടുകിട്ട് വറുത്തൊരു കടക്കണ്ണു മടിച്ചെന്നെ കുടുക്കിട്ട് വലിക്കല്ലേ മിടുക്കി പെണ്ണേ അടുത്ത് 3, 4 തിരിച്ചിട്ടും മറിച്ചിട്ടും കുടിച്ചിട്ടും ഹരിച്ചിട്ടും കുളിപ്പിച്ചു കിടത്തല്ലേ കുടുക്ക പെണ്ണേ കുളിപ്പിച്ചല്ല കുളിപ്പിച്ച് കുളിപ്പിച്ചു കിടത്തല്ലേ കുടുക്ക പെണ്ണേ 2, 3 ദേ പട പട പിടയ്ക്കണ ഹാർട്ട് ഗുഡ്. നീ പിണങ്ങിയാൽ ഉടനെ അറ്റാക്ക് കത്തി കയറുന്ന കണക്കുള്ള പോക്ക് മത്തു പിടിച്ചിട്ട് കറങ്ങുന്ന വാക്ക് കരിമ്പിന്റെ രസഗുള നീ തന്നെ വാ 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 സുഖത്തിന്റെ സരിഗം സുഖത്തിന്റെ സരിഗമ നീ തന്നെ ഗുഡ് ഗുഡ് ഗുഡ്. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ കറക്റ്റായിട്ട് ഇതിന്റെ നോട്ട്സ് ഉണ്ടല്ലോ നൊട്ടേഷൻസിൽ ചേർന്ന് പാടിക്കഴിഞ്ഞാൽ അതൊരു സുഖമാടാ മോനെ. പക്ഷെ മോൻ പാടിയിട്ടുണ്ട്, അതിന് പറ്റിയ മാർക്കും കിട്ടും. ഇതുണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടെ ആ താളത്തിന് ചേർന്ന് പോകുമ്പോഴത്തേക്ക് ആൾക്കാർ തുള്ളും. ഇതാണ് എൻ്റെ ഒരു ടെക്നിക്ക്. അവളവ് താൻ ഓൾ ദ ബെസ്റ്റ്. മക്കളെ ധ്യാൻകുട്ടാ എന്തോ ഇപ്പൊ എല്ലാം മനസ്സിലായല്ലോ അല്ലേ? പാടിയ ആള് തന്നെ ഇതൊക്കെ നിങ്ങളുടെ വലിയൊരു ഭാഗ്യല്ലേ അല്ലേ? പാടിയ ആ ഒരു വലിയ ലെജൻഡിന്റെ മുമ്പിൽ തന്നെ നിങ്ങളത് പ്രസന്റ് ചെയ്യുന്നു. അദ്ദേഹം തന്നെ അത് പഠിപ്പിച്ചു തരുന്നു. അത് ഈ ഒരു ടോപ്പ് സിംഗർ വേദിയിൽ വന്നതുകൊണ്ടല്ലേ? വേറൊരു ഇടത്താണെങ്കിൽ ശ്രീകുമാർ സാർ ഫ്രീ ആണോ എനിക്കൊന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചാൽ അങ്ങോട്ട് പോകണ്ടി. പിന്നെ ഈ പാട്ടെന്ന് പറയണത് ഒന്നാമത് ഇങ്ങനത്തെ പാട്ടുകളുടെ ഒരു പ്രസന്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ശ്രീകുട്ടൻ ചേട്ടനെ കഴിഞ്ഞ് വേറൊരാൾ ഉണ്ടോന്നല്ല ഇതുപോലെ കടിച്ചാ പൊട്ടണ വാക്കുകൾ കടപടാന്ന് എത്ര പാട്ടുകളാണ് ഇദ്ദേഹം പാടിയിരിക്കുന്നത്. ഇത്രയും നീളത്തിൽ ഞാനിത് കേട്ടപ്പോഴാണ് നമുക്ക് നമ്മുടെ പ്രോഗ്രാം എടുക്കാൻ പറ്റിയൊരു പാട്ടാണ്, ഗാനമേളയ്ക്ക് പറ്റിയൊരു മറന്നിരിക്കുകയായിരുന്നല്ലേ? പല സ്ഥലങ്ങളും ഈ അനുപല്ലവിയും ചരണവും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് വേർഡ്സിന്റെ ആയിരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊരു ശ്രുതി ഇങ്ങനെ പോയിരുന്നു. പക്ഷെ അത് ഇത്രയും വേർഡ്സ് വരുമ്പോൾ ചേട്ടാ അത് പറയണതേ ഒരു വിഷമമാണ്. പക്ഷെ സാരമില്ല, കുറച്ചുകൂടി ഒരു ആ പാട്ടിനുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു മോൻ്റെ ആ ലാസ്റ്റ് ഒരു ഇവിടെ ഒരു സ്റ്റെപ്പൊക്കെ കളിക്കാൻ നോക്കി, ആ ഒരു സ്മാർട്ടായിട്ട് പാടുക എന്നുള്ളതല്ലേ അങ്ങനെ കേട്ടോ. അതർവൈസ് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ധ്യാൻകുട്ടാ എന്തോ നല്ല റെക്കോർഡിങ്ങിനൊക്കെ പോയാൽ പെട്ടെന്നൊരു മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു തന്ന അപ്പളെ മാറ്റി പാടാമെന്ന് എനിക്ക് മനസ്സിലായി. റെക്കോർഡ് കേട്ട് പഠിച്ചപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചില്ല. പക്ഷെ ഡയറക്റ്റ് ഒരാളങ്ങ് പാടി തന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ആള് മാറി, അത്രേ ഉള്ളൂ. ഇതിപ്പോ ഫസ്റ്റ് പാട്ടല്ലേ, ഇനിയിപ്പോ ഇതിന്റെ അകത്തുനിന്ന് നിങ്ങൾ ഇനി ഓരോരോ പാട്ട് പാടി 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 നിങ്ങളെ അങ്ങ് മിനുക്കി എടുത്ത് ലാസ്റ്റ് ഒരു മിനിങ്ങൽ വരും. ഒരു വല്ലാത്ത മിനിങ്ങലായി പോകും. അങ്ങനെ മിനിങ്ങി വന്ന ഒരു 5-6 പേരാണ് ഇപ്പൊ കോറസ് പാടി ഈ സൈഡിൽ നിന്ന് മിനിങ്ങി കലക്കി കേട്ടോ. ഇനിയിപ്പോ നിങ്ങൾ കലക്കാൻ പോവാണ്. ഇത് ഫസ്റ്റ് ആണ്, ഓൾ ദ ബെസ്റ്റ്. അപ്പൊ എല്ലാവിധ ഐശ്വര്യങ്ങളും, പേടി ടെൻഷനോ ഒന്നും വേണ്ട. അങ്ങനെ ഒരു സംഭവമേ ഇല്ലല്ലോ. എല്ലാ സ്റ്റേജിലും വരുന്ന പോലെ അല്ലല്ലോ ഇവിടെ വരുമ്പോ. മത്സരക്കാണെന്ന് തോന്നുന്നുണ്ടോ? എന്താ തോന്നുന്നതെന്ന്? അങ്ങനെ ഒരു മത്സരം എന്നുള്ളൊരു തോന്നില്ല. ആ പക്ഷെ തോന്നുന്ന ഓട്ടത് മത്സരം ഇത് കേട്ടോ, ഇത് മത്സരമാണ്. നിനക്ക് ആ പേടി വേണം കുറച്ച്. ശരിയുടെ ചാക്കരെ, ഓക്കെ കേട്ടോ. നമുക്കിനി കാണണം. അതെന്തിനാണ് അവസാനം അങ്ങനെ ഒരു വാക്ക്? കാണണം. നന്നായിരുന്നല്ലേ? നമുക്കൊന്ന് കാണണം കേട്ടോ. അല്ല എന്തെങ്കിലും സമ്മാനം കൊടുക്കാനാണോ
അല്ല അതൊക്കെ ഉണ്ടാവും. ഉണ്ടാവും. അതെ. അല്ല റിമിയെ വിശ്വസിക്കാൻ പറ്റില്ല. റിമി നല്ല സമ്മാനം കൊടുക്കുന്ന ആളാ. മീനുട്ടി ഇപ്പൊ മീനുട്ടി പറഞ്ഞ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ 1000 കുറഞ്ഞൊരു കളിയേ ഇല്ല. 1000 2000. പക്ഷെ ഞാൻ ഡോളേഴ്സ് ആണ് വെച്ചേക്കുന്നത്. അതിവിടെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഉണ്ട് ഉണ്ട് ഉണ്ട്. എനിക്ക് കുറച്ച് എന്തെങ്കിലും തരാമോ? പക്ഷെ എനിക്ക് എന്തെങ്കിലും തരാം. അല്ല നിനക്ക് എന്താ വേണ്ട അടുത്ത പ്രാവശ്യം ഞാൻ കൊണ്ടുവരും. അതെ പറ നിനക്ക് എന്താ ഇഷ്ടം? ചേച്ചി ഞങ്ങളും പറഞ്ഞോട്ടെ ചേച്ചി. ഞാനും പറയട്ടെ. റിമി പെട്ടു റിമി. ഇങ്ങനെ കമ്പിളി പുതപ്പ് കൊടുക്കാൻ പറ്റുന്നില്ലാത്തല്ലേ. അവന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം ഞാനിപ്പോ കൊടുക്കാൻ പോവാ. നിങ്ങൾ എന്നെ പറ്റി എന്താ വിചാരിച്ചേ? ഈ 3 കുഞ്ഞുമക്കളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ. ഈ അമ്മയെ പറ്റി അവര് ഈ നൊന്ത് പ്രസവിച്ച അമ്മയെ പറ്റി പക്ഷെ ആ കുഞ്ഞുങ്ങളെ കൺമണിയും കുട്ടാപ്പിയും കുട്ടിമണി ഈ ഒരു അമ്മമാരും അച്ഛന്മാരും പോലും ഈ കൊച്ചു നോക്കണ പോലെ നോക്കല്ലോ. ഈ റിമി ഞാൻ പാട്ട് പഠിപ്പിക്കാനിരിക്കുമ്പോഴേ ചേച്ചി കാണുന്നത് പാട്ട് പഠിപ്പിക്കാനിരിക്കുമ്പോ ഈ മടിയിൽ വന്നിരുന്നിട്ട് ഉമ്മയോട് ഞാൻ പറഞ്ഞു മക്കളെ കവള് വേണം പാടാനായിട്ട് കുറച്ചു നേരം ഒന്ന് മാറിയിട്ടോന്ന് പറയുന്നത്. റിമി എങ്ങനെയാ കൊണ്ടു നടക്കുന്നത്? അത് പോട്ടെ. മോൻ കണ്ണടച്ചോ. നിനക്ക് ഞാനൊരു സമ്മാനം തരാൻ പോവാ. ഓം ഭുവനേർ നമസ്കാർ. തുറന്നോളൂ. എങ്ങനെയുണ്ട് എന്റെ ഗിഫ്റ്റ്? ഇതിൽ കൂടുതൽ വലിയ ഗിഫ്റ്റ് എനിക്ക് തരാൻ പറ്റുമോ? എന്റെ പേരെന്താ? പേര് അജിലാൽ. എന്ത് ചെയ്യുന്നു? ഞാൻ ടീച്ചറാണ്. കൊട്ടാരക്കര വെണ്ടാർ ഹയർ സെക്കൻഡറി സ്കൂൾ. മോൻ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കും, അച്ഛനും അമ്മയും നോക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടു. കാരണം ഈ കാലഘട്ടത്തിലെ കുട്ടികൾ ഇങ്ങനൊന്നും അല്ല. അത് സത്യമാണോ എന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. സത്യമാണ്. പ്രത്യേകിച്ച് അച്ഛന്റെ കാര്യത്തിൽ ഇത്തിരി ശ്രദ്ധ കൂടുതലാണെന്ന് കേട്ടു. സത്യം. അത് അതിന്റെ കാരണം പറയാം. കാരണം വെച്ചാൽ എനിക്ക് ഇടയ്ക്ക് വെച്ച് ചെറിയൊരു മെഡിക്കൽ പ്രോബ്ലം ഉണ്ടായി. ശാരീരികമായ പ്രശ്നം ഉണ്ടായി. ഒരു 2 വർഷത്തോളം ഇങ്ങനെ കിടപ്പായ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരു 4-5 വയസ്സേ ഉള്ളൂ. അപ്പോൾ അന്ന് ഞങ്ങൾ ഈ 2 വർഷത്തോളം ആശുപത്രിയിലും പിന്നെ നമ്മൾ ഫ്ലാറ്റ് എടുത്തിട്ട് അവിടെ നിൽക്കേണ്ട അവസ്ഥയൊക്കെ ആയിരുന്നു. ഞാനും വൈഫും കൂടെ അവിടെ ആയിരുന്നു. അപ്പോൾ ഇയാളുടെ കാര്യങ്ങൾ എൻ്റെ അച്ഛനും അമ്മയൊക്കെ നോക്കുമെങ്കിലും അയാൾക്കൊരു ചിട്ടയുണ്ട്. കറക്റ്റ് ഇത്ര മണിക്ക് എഴുന്നേക്കുക, ഇത്ര മണിക്ക് റെഡിയായി. അന്ന് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നു. ഇത്ര മണിയാകുമ്പോൾ എഴുന്നേക്കും, കറക്റ്റ് കുളിച്ച് റെഡിയായി ഡ്രസ്സ് ചെയ്ത് ബുക്കെല്ലാം എടുത്ത് വെച്ച് ഇയാൾ തന്നെ വണ്ടിക്ക് പോകാനുള്ള രീതിയിലെല്ലാം റെഡിയാവും. അപ്പോൾ അതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. പിന്നീട് അത് കഴിഞ്ഞ് ഇയാൾ വലുതായപ്പോൾ നമുക്കത് പണിയായി. കാരണം ഒന്ന് ലാളിക്കാന്ന് കഴിച്ചെടുത്ത് ലാളിക്കുമ്പം ഇങ്ങനെ നോക്കും. ഒരു പക്വത വന്ന ആളിനെ പോലെ ആണ്. അപ്പൊ നമുക്കത് ഒരു ഉമ്മ കൊടുക്കണമെന്ന് വെച്ചാലും നല്ല കാര്യമാണ്. പക്ഷെ എങ്കിലും ഒരു ഉമ്മ അച്ഛൻ ആഗ്രഹിക്കുന്നത് കൊടുത്തരമാൻ. അതെ. അച്ഛനൊക്കെ ഉമ്മ കൊടുക്കണ കേട്ടോ. എന്താണ് നീ വലിയ ചേട്ടനൊന്നും ആയില്ല. പിന്നെ ചെറിയ പ്രശ്നങ്ങളുണ്ട് ശരീരത്തിനൊക്കെ. അപ്പോൾ ഇയാൾ എപ്പോഴും കൂടെ കാണും. ഇപ്പോൾ ഉദാഹരണത്തിന് റോഡൊക്കെ ക്രോസ് ചെയ്യണമെങ്കിൽ എനിക്ക് പഴയ പോലെ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഇയാളത് നമ്മളെ കൂടെ കറക്റ്റ് ഇയാളെ കൈ പിടിച്ചേക്കും നമ്മുടെ. എന്നിട്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കടയിൽ ചെന്ന് എന്തെങ്കിലും സാധനം മേടിച്ചൊന്ന് ഗൂഗിൾ പേ ചെയ്യണമെങ്കിലും കണ്ണിനും ചെറിയ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ഈ സ്റ്റിറോയിഡൊക്കെ കഴിക്കുന്നുണ്ടേ. അപ്പം ഞാൻ ചിലപ്പോൾ ഇവിടെ ഞെക്കുമ്പോൾ 5 ഞെക്കുമ്പോൾ അത് പോകുന്നത് 6 അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു സമയം കഴിയുമ്പോൾ ഒരു 12 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് എനിക്ക് പറയും അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഇയാളെല്ലാം കറക്റ്റ് സാധനങ്ങളൊക്കെ തരും. എൻ്റെ മരുന്നിൻ്റെ കാര്യങ്ങളൊക്കെ ഇയാൾക്ക് അറിയാം. അപ്പോഴേ എന്തായിരുന്നു ശരിക്കും കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തതായിരുന്നു. എൻ്റെ സിസ്റ്ററിൻ്റെ കിഡ്നി ആയിരുന്നു ഡോണർ. മോനെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. കാരണം വേറൊന്നുമല്ല, ഇങ്ങനെ മോൻ്റെ മനസ്സിൽ തോന്നിക്കണമല്ലോ. എല്ലാ കുട്ടികൾക്കും തോന്നണമെന്നില്ല. അപ്പോൾ അങ്ങനെ മോൻ്റെ മനസ്സിൽ തോന്നിട്ട് അച്ഛനും അമ്മയും ഇതുപോലെ പൊന്നുപോലെ നോക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് വേറെ ഒരു അദൃശ്യ ശക്തി എന്താണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മോന് ഒരുപാട് അനുഗ്രഹം തരും. ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നു മോൻ അല്ലേ? ഈ പ്രായത്തിലെ കുട്ടികളൊക്കെ ഇങ്ങനെ. വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ ഡ്രസ്സ് മേടിക്കാൻ നമുക്കില്ല, ചെരുപ്പ് മേടിക്കത്തില്ല, ഉള്ളതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇയാളുടെ പരിപാടി. ഇത് പറഞ്ഞു കേട്ടപ്പോഴത്തേക്ക് എൻ്റെ ഒരു മനസ്സിൽ മോന് നല്ല ഒരു കോസ്റ്റ്യൂം, ഉടുപ്പും പാൻ്റാണ്. ഈ പാൻ്റ് അല്ലെ ഹാഫ് ഇതാണെങ്കിൽ അത് അയ്യോ എനിക്കും വേണം. അതെ ഞാൻ പറയാവോ സമാനം പറഞ്ഞിരുന്നു. 3 സെറ്റ് 3 പേരുടെയും പറയട്ടെ. ഞാനിങ്ങനെ കുട്ടികളുടെ ക്ലാസ് ക്യാമ്പുകൾ എടുക്കാൻ പോകും. ടീച്ചേഴ്സിന്റെ ക്യാമ്പുകളൊക്കെ എടുക്കാൻ പോകുന്നുണ്ട്. ആർട്ടിൻ്റെത്, നാടകത്തിന്റെ, അങ്ങനെയൊക്കെ തിയേറ്റർ വർക്ക്ഷോപ്പൊക്കെ. അപ്പോൾ ഇയാളാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അപ്പം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാര്യങ്ങളെല്ലാം നേരത്തെ പ്ലാൻ ചെയ്ത് മൊഡ്യൂൾ അനുസരിച്ച് നമ്മൾ ലാപ്പിൽ ആക്കിയിടും. ഇയാൾ അതെല്ലാം ചെയ്യുന്നത്. പിന്നെ ജംബെ വായിക്കും, അത്യാവശ്യം തബല വായിക്കും. ഇതെല്ലാം പുള്ളി സംഭവമാണല്ലേ. ദൈവം ഒരു സ്ഥലത്ത് ഇച്ചിരി വിഷമം തന്നപ്പം അപ്പുറത്തെ സൈഡിൽ ഭയങ്കരമായ സന്തോഷം തരുന്ന കണ്ടില്ലേ മോനിലൂടെ. അങ്ങനെയാണ് തമ്പുരാന്റെ ഓരോ അല്ലേ. നല്ലത് വരുത്തട്ടെ. അതെ, അതെ, എല്ലാം സന്തോഷമായിട്ട് നിങ്ങൾക്ക് എല്ലാ
ദീർഘായുഷ്മാൻ ഭവ രണ്ടുപേരും. Okay, Mane. So today we are giving you 94 out of 100. താങ്ക് യു സർ. ആദ്യ ഒരു ധ്യാൻ ബുക്കുറ്റി. താങ്ക് യു. Okay, madam. നമ്മുടെ പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ടോപ്പ് സിംഗറിന്റെ ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് വൈകുന്നേരം 7 മണി മുതലാണ്. എല്ലാവർക്കും അറിയാമെന്നറിയാം, എന്നാലും ചെറുതായിട്ടൊന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. നമ്മുടെ പുതിയ പുതിയ കുട്ടിക്കുറുമ്പുകളെയൊക്കെ പരിചയപ്പെടാനും അവരുടെ മനോഹരമായിട്ടുള്ള പാട്ടുകളും പെർഫോമൻസും ഒക്കെ കാണാനായിട്ട് നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 5ന്റെ പുതിയൊരു എപ്പിസോഡിനായിട്ട് എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുക. നമ്മൾ അടുത്ത ദിവസം വീണ്ടും കാണും വരെ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.